എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ 55-ാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിനാണ് ധർമ്മശാലയിലെ HPCA മൈതാനം സാക്ഷ്യം വഹിച്ചത്. മലനിരകൾക്കിടയിലെ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് നായകൻ അക്സർ പട്ടേൽ ടോസ് നേടിയപ്പോൾ പിച്ചിന്റെ തുടക്കത്തിലെ ആനുകൂല്യം മുതലെടുക്കാൻ തന്ത്രപരമായി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പഞ്ചാബ് കിങ്സിനു വേണ്ടി ഇന്നിംഗ്സ് തുറക്കാൻ പരിചയസമ്പന്നനായ പ്രഭ്സിമ്രാൻ സിംഗും യുവതരംഗം പ്രിയാൻ ഷാരിയും കളത്തിലിറങ്ങി. ശാന്തമായ തുടക്കമായിരിക്കില്ല ഉണ്ടാകാൻ പോകുന്നതെന്ന് ആദ്യ ഓവർ തന്നെ തെളിയിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർമാരിൽ ഒരാളായ മിച്ചൽ സ്റ്റാർക്കിന്റെ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ പ്രിയാൻ ഷാരിയ തന്റെ നയം വ്യക്തമാക്കി. സ്റ്റാർക്കിന്റെ ഔട്ട് സ്വിംഗർ കവർ പോയിന്റിന് മുകളിലൂടെ അതിമനോഹരമായി പറത്തിക്കൊണ്ട് പ്രിയാൻഷ് തകർപ്പൻ ബൗണ്ടറിയോടെ തുടക്കം കുറിച്ചു. ഇതേ ഓവറിലെ 4-ാം പന്തിൽ പ്രിയാൻഷിന്റെ ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി പന്ത് ആകാശത്തേക്കുയർന്നു. ട്രിസ്റ്റൻ സ്റ്റബ്സ് ബൗണ്ടറി ലൈനിൽ അത് പിടിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പന്ത് അദ്ദേഹത്തിന്റെ കൈകൾക്ക് മുകളിലൂടെ സിക്സറിനായി പറന്നു. അവസാന പന്തിൽ പ്രഭ്സിമ്രാന് ഒരു കിടിലൻ 4 കൂടി നേടിയതോടെ ആദ്യ ഓവറിൽ തന്നെ പഞ്ചാബ് 22 റൺസ് അടിച്ചുകൂട്ടി അതിശക്തമായ മുന്നറിയിപ്പ് നൽകി. 2-ാം ഓവറിൽ ഡൽഹി നായകൻ യുവ ബൌളർ ആക്കിബ് നബി ഡാറിനെ പന്തേൽപ്പിച്ചപ്പോൾ ധർമ്മശാലയിലെ മൈതാനം പ്രിയാൻഷിന്റെ ബാറ്റിന്റെ പ്രഹരശേഷി കണ്ട് ശരിക്കും ഞെട്ടി. ആക്കിബിന്റെ ഒരു ഷോർട്ട് പിച്ച് പന്തിന്റെ വേഗം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ പ്രിയാൻഷ് ബാക്ക് ഫുട്ടിൽ പോയി ഒരു അതിശക്തമായ പുൾ ഷോട്ടിലൂടെ പന്ത് ഗാലറിയിലെത്തിച്ചു. എന്നാൽ പ്രിയാൻഷിന്റെ യഥാർത്ഥ വിശ്വരൂപം 3-ാം ഓവറിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. ദക്ഷിണാഫ്രിക്കൻ പേസർ ലുങ്കി എൻഗിഡി വന്നപ്പോൾ ആ വേഗതയെയും പരിചയസമ്പത്തെയും വകവയ്ക്കാതെ പ്രിയാൻഷ് തുടർച്ചയായി 2 പടകൂറ്റൻ സിക്സറുകൾ പറത്തി. തുടർന്ന് ഒരു തകർപ്പൻ ബൗണ്ടറി കൂടി നേടിയതോടെ ഡൽഹിയുടെ പ്രധാന ബൌളർമാർ പൂർണ്ണമായും പ്രതിരോധത്തിലായി. ഗാലറിയിലെ കാണികൾ ആവേശത്താൽ ഇളകിമറിഞ്ഞു. ഈ മനോഹരമായ സ്റ്റേഡിയത്തിൽ പഞ്ചാബിന്റെ ഇന്നിംഗ്സ് വീര്യത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒരു ഇതിഹാസമായി മാറുകയായിരുന്നു. മറുവശത്ത് പ്രഭ്സിമ്രാൻ സിംഗ് തന്റെ പഴയ താളം കണ്ടെത്താൻ പാടുപെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ടൈമിംഗ് കൃത്യമായിരുന്നില്ല. പന്ത് പലപ്പോഴും ബാറ്റിന്റെ മധ്യഭാഗത്ത് കൊള്ളുന്നതിനു പകരം എഡ്ജുകളിലാണ് കൊണ്ടിരുന്നത്. എങ്കിലും ഈ യുവതാരത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിന്റെ ക്ഷമയായിരുന്നു. മുകേഷ് കുമാറിനെതിരെ ഒരു ഭാഗ്യ ബൗണ്ടറി നേടിയത് അദ്ദേഹത്തിന്റെ തകർന്നുകൊണ്ടിരുന്ന ആത്മവിശ്വാസത്തിന് അല്പം ജീവൻ നൽകി. തൊട്ടു പിന്നാലെ ആക്കിബ് നബിയുടെ ഒരു നോ ബോളിൽ നിന്ന് അതിന്റെ പൂർണ്ണ ആനുകൂല്യം മുതലെടുത്ത് പ്രഭ്സിമ്രാൻ മറ്റൊരു മികച്ച ബൗണ്ടറി കൂടി സ്വന്തമാക്കി. എങ്കിലും അതിശക്തമായി മുന്നേറുകയായിരുന്ന പഞ്ചാബിന് 6-ാം ഓവറിൽ അപ്രതീക്ഷിതമായൊരു പ്രഹരമേറ്റു. ചതുരനായ ഡൽഹി ബൌളർ മുകേഷ് കുമാർ തന്റെ തന്ത്രപരമായ ബൌളിംഗിലൂടെ ഡൽഹിക്ക് ആദ്യത്തെയും ഏറ്റവും വലിയ വിജയവും സമ്മാനിച്ചു. പ്രഭ്സിമ്രാന്റെ ദൗർബല്യം മനസ്സിലാക്കിയ മുകേഷ് കൃത്യമായൊരു ഷോട്ട് പന്തെറിഞ്ഞു. വീണ്ടും ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ച പ്രഭ്സിമ്രാന് പിഴച്ചു. പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി ആകാശത്തേക്കുയർന്നു. ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിൽ നിന്ന് ആക്കിബ് നബി യാതൊരു തെറ്റും കൂടാതെ ആ ക്യാച്ച് കൈപ്പിടിയിലൊതുക്കി. 18 റൺസ് എടുത്ത് പ്രഭ്സിമ്രാൻ കനത്ത ഹൃദയത്തോടെ പവലിയനിലേക്ക് മടങ്ങി. പ്രഭ്സിമ്രാൻ പുറത്താകുന്നതിന് മുമ്പ് തന്നെ യുവതാരം പ്രിയാൻ ഷാരിയ തന്റെ 5-ാമത്തെ IPL അർദ്ധ സെഞ്ചുറി വെറും 5.1 ഓവറിൽ പൂർത്തിയാക്കിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ ഫോമിന്റെയും മാനസിക ദൃഢതയുടെയും ആക്രമണോത്സുകതയുടെയും ജീവിക്കുന്ന തെളിവായിരുന്നു. പ്രഭ്സിമ്രാന്റെ വിടവാങ്ങലിന് ശേഷം പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ ക്രീസിലെത്തി. അയ്യർ ക്രീസിലെത്തിയ നിമിഷം മുതൽ തന്റെ ക്ലാസും പരിചയസമ്പത്തും പ്രകടിപ്പിച്ചു. ആക്കിബ് നബിയുടെ ഒരു ഷോട്ട് പന്തിൽ അതിമനോഹരമായ പുൾ ഷോട്ടിലൂടെ ബൗണ്ടറി നേടിയാണ് അദ്ദേഹം അക്കൗണ്ട് തുറന്നത്. അടുത്ത പന്തിൽ തന്റെ മാന്ത്രിക കൈത്തണ്ട ഉപയോഗിച്ച് മറ്റൊരു ദൃശ്യമനോഹരമായ ബൗണ്ടറി കൂടി അദ്ദേഹം നേടിയതോടെ ഡൽഹി ബൌളർമാർ നിസ്സഹായരായി നിന്നു. മറുവശത്ത് ഡൽഹിയുടെ പരിചയസമ്പന്നനായ വിക്കറ്റ് കീപ്പർ KL രാഹുലിന് ഇതൊരു പേടി സ്വപ്നമായിരുന്നു. മാധവ് തിവാരിയുടെ അതിവേഗത്തിൽ വന്ന പന്ത് രാഹുലിനെ പൂർണ്ണമായും കബളിപ്പിച്ച് കാലുകൾക്കിടയിലൂടെ ബൗണ്ടറി കടന്നു. പഞ്ചാബിന് സൗജന്യമായി 4 ബൈ റൺസ് ലഭിച്ചു. എന്നാൽ 9-ാം ഓവറിൽ മത്സരം വീണ്ടും നാടകീയമായി മാറി. യുവ ബൌളർ മാധവ് തിവാരി തന്റെ കൃത്യതയാർന്ന ലെങ്തിലൂടെ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. മാധവ് എറിഞ്ഞ പന്തിൽ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച പ്രിയാൻഷിന് പിഴച്ചു. പന്ത് നേരെ ഡീപ് പോയിന്റിൽ നിന്ന് സാഹിൽ പരീഖിന്റെ സുരക്ഷിത കൈകളിൽ വിശ്രമിച്ചു. 33 പന്തിൽ 6 ഗഗനചുംബിയ സിക്സറുകൾ ഉൾപ്പെടെ 56 റൺസിന്റെ വിനാശകരമായ ഇന്നിംഗ്സ് കളിച്ചാണ് പ്രിയാൻഷ് മടങ്ങിയത്. മാധവ് തിവാരിയുടെ കരിയറിലെ ആദ്യത്തെ IPL വിക്കറ്റ് കൂടിയായിരുന്നു അത്. പ്രിയാൻഷിന്റെ മടക്കത്തോടെ മൈതാനത്തൊരു നിമിഷം നിശബ്ദത പരന്നു. എന്നാൽ ആ നിശബ്ദത ഭേദിക്കാൻ യുവതാരം കൂപ്പർ കൊണേലി എത്തി. മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ ഒരു മികച്ച കവർ ഡ്രൈവിലൂടെ 4 നേടിയാണ് കൊണേലി തുടങ്ങിയത്. മറുവശത്ത് നായകൻ ശ്രേയസ് അയ്യർ ഒരു വേറിട്ട ശൈലിയിലായിരുന്നു. മാധവ് തിവാരിക്കും എൻഗിഡിക്കുമെതിരെ അദ്ദേഹം ക്ലാസിക് ബൗണ്ടറികളും അതിമനോഹരമായൊരു സ്കൂപ്പ് സിക്സറും പറത്തി. 14-ാം ഓവറിൽ മാധവ് തിവാരിയുടെ പന്തിൽ ഭാഗ്യം ശ്രേയസിനെ തുണച്ചു. പന്തിൽ ഇൻസൈഡ് എഡ്ജ് കൊണ്ട് കീപ്പറെ കബളിപ്പിച്ച് ബൗണ്ടറി നേടി. 15-ാം ഓവറിൽ അക്സർ പട്ടേൽ വീണ്ടും തന്റെ വിശ്വസ്ത ആയുധമായ മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുവന്നു. എന്നാൽ ഈ ഓവറിലെ 3-ാം പന്ത് ഈ മത്സരത്തിലെ തന്നെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളിൽ ഒന്നായി മാറി.
സ്റ്റാർക്കിന്റെ വേഗതയെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണേലി ക്രീസിന് പുറത്തേക്കിറങ്ങി പന്ത് നേരെ സ്റ്റേഡിയത്തിന്റെ മേൽക്കുരയ്ക്ക് മുകളിലൂടെ അനായാസം സിക്സറിന് പറത്തി. ലോകോത്തര ബൌളറായ സ്റ്റാർക്ക് പോലും ഈ ഷോട്ട് കണ്ട് അമ്പരന്നുപോയി. 15 ഓവർ പിന്നിടുമ്പോൾ പഞ്ചാബ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു. മത്സരം അതിന്റെ അവസാന ഓവറുകളിലേക്ക് കടന്നപ്പോൾ കാണികളുടെ ആവേശം വാനോലം ഉയർന്നു. 16-ാം ഓവറിൽ ലുങ്കി എൻഗിഡി എത്തിയപ്പോൾ കൊണേലി ആദ്യ പന്തിൽ തന്നെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ 4 നേടി. അടുത്ത പന്തിൽ തന്റെ കൈത്തണ്ടയുടെ മാന്ത്രികത ഉപയോഗിച്ച് കൊണേലി ഡീപ്പ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു തകർപ്പൻ സിക്സർ കൂടി പറത്തിയതോടെ സ്റ്റേഡിയം പഞ്ചാബ് വിളികളാൽ മുഖരിതമായി. 18-ാം ഓവറിൽ മാധവ് തിവാരിയുടെ ആദ്യ പന്തിൽ തന്നെ ഡീപ്പ് എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ പറത്തി ശ്രേയസ് അയ്യർ തന്റെ ഉത്തരവാദിത്വമുള്ള അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ 4-ാം പന്തിൽ ഒരു സ്ലോവർ ബൗൺസറിൽ കൊണേലിയെ വീഴ്ത്തി. പന്ത് ഡേവിഡ് മില്ലറുടെ കൈകളിൽ ഭദ്രമായി ഒതുങ്ങി. എങ്കിലും ഈ ഓവർ അവസാനിച്ചത് അയ്യരുടെ മറ്റൊരു പടകൂറ്റൻ സിക്സറോടെയാണ്. 19-ാം ഓവറിൽ മിച്ചൽ സ്റ്റാർക്ക് വീണ്ടും എത്തിയതോടെ കളി മാറിമറിഞ്ഞു. ആദ്യ പന്തിൽ മാർക്കസ് സ്റ്റോയ്നസിനെയും അടുത്ത പന്തിൽ ശശാങ്ക് സിംഗിനെയും പുറത്താക്കി സ്റ്റാർക്ക് ഹാട്രിക് വിക്കറ്റിനടുക്കിലെത്തി. എന്നാൽ ക്രീസിലെത്തിയ യുവതാരം സൂര്യാൻഷ് ഷെഡ്ഗെ എല്ലാവരെയും അമ്പരപ്പിച്ചു. യാതൊരു ഭയവുമില്ലാതെ സ്റ്റാർക്കിന്റെ യോർക്കർ ശ്രമത്തെ ബൌളറുടെ തലയ്ക്കു മുകളിലൂടെ സിക്സറിന് പറത്തി. അടുത്ത പന്തിൽ ഒരു ക്ലാസിക് ഫോറും അവസാന പന്തിൽ മറ്റൊരു വലിയ ഷോട്ട് മുതിർത്ത് ആ ഓവറിൽ 16 റൺസ് അടിച്ചെടുത്തു. അവസാന ഓവർ എറിയാൻ ലുങ്കി എൻഗിഡി എത്തി. വലിയ ഷോട്ടുകൾ തടയാൻ അദ്ദേഹം സ്ലോവർ വൈഡ് യോർക്കറുകൾ എറിഞ്ഞു. അവസാന പന്തിൽ ഒരു ലോ ഫുൾ ടോസ് സൂര്യാൻഷ് മിഡ് വിക്കറ്റിലേക്ക് ശക്തമായി അടിച്ചു. ബൗണ്ടറിയിൽ മിച്ചൽ സ്റ്റാർക്ക് ഡൈവ് ചെയ്ത് പന്ത് തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കാൽ ബൗണ്ടറി ലൈനിൽ തൊട്ടിരുന്നു. ഈ തകർപ്പൻ ഫോറോടെ നിശ്ചിത 20 ഓവറിൽ പഞ്ചാബ് കിങ്സ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന പടകൂറ്റൻ സ്കോറിലെത്തി. വെറും 8 പന്തിൽ 260-ലധികം സ്ട്രൈക്ക് റേറ്റോടെ 21 റൺസ് നേടിയ സൂര്യാൻഷ് ഷെഡ്ഗെയുടെ സ്ഫോടനാത്മക പ്രകടനവും 36 പന്തിൽ 59 റൺസുമായി പുറത്താകാതെ നിന്ന നായകൻ ശ്രേയസ് അയ്യരുടെ നായകത്വ ഇന്നിംഗ്സും ഡൽഹിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചു. എന്നാൽ 211 റൺസ് എന്ന പടുകൂട്ടൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന് തുടക്കം മുതൽ തന്നെ കടുത്ത സമ്മർദ്ദമാണ് നേരിടേണ്ടി വന്നത്. ധർമ്മശാലയിലെ മഞ്ഞണിഞ്ഞ രാത്രിയിൽ ഡൽഹിയുടെ ബാറ്റിംഗ് നിരയ്ക്ക് പഞ്ചാബിന്റെ ബൌളർമാർ തീമഴ പെയ്യിച്ചു. ഇന്നിംഗ്സിലെ ആദ്യ ഓവർ എറിയാനെത്തിയ അർഷദീപ് സിംഗിന്റെ പന്തിൽ തന്നെ അപകട സൂചനകൾ വ്യക്തമായിരുന്നു. ഓവറിലെ 2-ാം പന്തിൽ തന്നെ KL രാഹുലിന്റെ ബാറ്റിന്റെ പുറം ഭാഗത്ത് തട്ടിയ പന്ത് ഷോർട്ട് തേർഡ് മാനിൽ നിന്നിരുന്ന യുസ്വേന്ദ്ര ചാഹലിന്റെ വിരലുകളിൽ തെന്നി അതിർത്തി കടന്നു. ഒരു ഭാഗ്യ ബൗണ്ടറിയോടെ ഡൽഹി അക്കൗണ്ട് തുറന്നെങ്കിലും വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചന മാത്രമായിരുന്നു അത്. 2-ാം ഓവറിൽ ഈ സീസണിലെ തന്നെ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയ യഷ് ഠാക്കൂർ ഡൽഹിയെ ഞെട്ടിച്ചു. അഭിഷേക് പോറലിനെതിരെ എറിഞ്ഞ 4-ാം പന്തിൽ വിക്കറ്റ് കീപ്പർ പ്രഭ്സിമ്രൻ സിംഗിനെ മറികടന്ന് പന്ത് ബൗണ്ടറിയിലെത്തിയെങ്കിലും അടുത്ത പന്തിൽ തന്നെ യഷ് ഠാക്കൂർ പകരം വീട്ടി. വേഗത്തിൽ നേരെ വന്ന പന്തിൽ ഒരു ലൂസ് ഡ്രൈവിന് ശ്രമിച്ച പോറലിന് പൂർണ്ണമായും പിഴച്ചു. ബാറ്റിനും പാഡിനും ഇടയിലൂടെ പാഞ്ഞുകയറിയ പന്ത് പോറലിന്റെ മിഡിൽ സ്റ്റമ്പ് പിഴുതെറിഞ്ഞു. ഡൽഹിയുടെ ആദ്യ വിക്കറ്റ് നിലംപതിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ പഞ്ചാബ് ആരാധകരുടെ ആരവം അലയടിച്ചു. തൊട്ടുപിന്നാലെ 3-ാം ഓവറിൽ വീണ്ടും അർഷദീപ് സിംഗ് തന്റെ മാന്ത്രികത പുറത്തെടുത്തു. രാഹുൽ ഒരു സ്ലിപ്പ് ഫീൽഡർക്ക് മുകളിലൂടെ വീണ്ടും ഒരു ഭാഗ്യ ബൗണ്ടറി നേടിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ അർഷദീപ് വലവിരിച്ചു. ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോയ പന്തിൽ അതിശക്തമായി ആഞ്ഞടിച്ച രാഹുലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. ബാറ്റിന്റെ ലീഡിംഗ് എഡ്ജിൽ തട്ടി വായുവിൽ ഒരുപാട് ഉയരത്തിലേക്ക് പോയ പന്ത് പിന്നിലേക്കോടിയ മാർക്കോ ജാൻസന്റെ സുരക്ഷിതമായ കൈകളിൽ ഭദ്രമായി വിശ്രമിച്ചു. വെറും 8 പന്തിൽ 2 ഫോറുകൾ ഉൾപ്പെടെ 9 റൺസ് മാത്രം നേടിയ ഡൽഹിയുടെ വിശ്വസ്തൻ KL രാഹുലും കൂടാരം കയറിയതോടെ ഡൽഹി ശരിക്കും പതറി. എന്നാൽ ക്രീസിലെത്തിയ യുവതാരം സാഹിൽ പരീഖ് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. യഷ് ഠാക്കൂറിനെതിരെ അതിമനോഹരമായ ഒരു സിക്സറും ഒരു ക്ലാസിക് കവർ ഡ്രൈവ് ബൗണ്ടറിയും പറത്തി പരീഖ് ഡൽഹിക്ക് പ്രതീക്ഷ നൽകി. മറുവശത്ത് ട്രിസ്റ്റൻ സ്റ്റബ്സും തന്റെ ഭാഗം ഭംഗിയാക്കി. എന്നാൽ 5-ാം ഓവറിൽ അർഷദീപിന്റെ തന്ത്രപരമായ ബൌളിംഗിന് മുന്നിൽ പരീഖ് വീണു. ബാറ്റ്സ്മാനെ പിന്തുടർന്നെറിഞ്ഞ പന്തിൽ റാം ഷോട്ടിന് ശ്രമിച്ച പരീഖിന് പിഴച്ചു. പന്ത് നേരെ ചാഹലിന്റെ കൈകളിൽ. 6 പന്തിൽ 13 റൺസ് എടുത്ത പരീഖും മടങ്ങിയതോടെ ഡൽഹി വൻ തകർച്ചയെ അഭിമുഖീകരിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഡൽഹി നായകൻ അക്സർ പട്ടേൽ ഒരു യഥാർത്ഥ പോരാളിയെപ്പോലെ ക്രീസിലെത്തിയത്. മാർക്കോ ജാൻസന്റെ പന്തിൽ ക്രീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് അക്സർ തന്റെ വരവറിയിച്ചു. ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് വിളിച്ചോതുന്നതായിരുന്നു ആ പ്രഹരം. ബെൻ ഡ്വാർഷൂയിസ് എറിഞ്ഞ 7-ാം ഓവറിലെ അവസാന പന്തുകളിൽ അക്സർ തുടർച്ചയായി 2 തവണ അതിർത്തി കടത്തി. ജാൻസന്റെ അടുത്ത ഓവറിലും അക്സറിന്റെ ബാറ്റ് തീതുപ്പി. ഒരു ഡബ് ഷോട്ടിലൂടെയും പിന്നീട് ഒരു തകർപ്പൻ റാം ഷോട്ടിലൂടെയും അക്സർ ഡൽഹി സ്കോർ ബോർഡിന് ജീവൻ വെപ്പിച്ചു. എന്നാൽ 9-ാം ഓവറിൽ മത്സരത്തിലെ ഏറ്റവും വലിയ നാടകീയ മുഹൂർത്തങ്ങളിലൊന്ന് അരങ്ങേറി. ഡ്വാർഷൂയിസിന്റെ പന്തിൽ അക്സർ പാഡിൽ തട്ടിയ പന്ത് ബാക്ക്വേർഡ് പോയിന്റിലേക്ക് തിരിച്ചുവിട്ടു. റണ്ണിനായി പകുതി വഴി പിന്നിട്ട ട്രിസ്റ്റൻ സ്റ്റബ്സിനെ അക്സർ അപ്രതീക്ഷിതമായി തിരിച്ചയച്ചു. എന്നാൽ പന്ത് പറന്നെടുത്ത കൂപ്പർ കൊണോലി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നോൺ സ്ട്രൈക്കർ എൻഡിലെ സ്റ്റമ്പുകൾ തകർത്തു. ഒരു വലിയ ഡൈവിനും ട്രിസ്റ്റൻ സ്റ്റബ്സിനെ രക്ഷിക്കാനായില്ല. ഡൽഹിയുടെ പ്രതീക്ഷകൾക്ക് അത്
കനത്ത മങ്ങലേൽപ്പിച്ചു. തൊട്ടടുത്ത പന്തിൽ തന്നെ ഡീപ് സ്ക്വയർ ലെഗിൽ സൂര്യാൻ ഷെഡ്ഗർ അക്സറിന്റെ ക്യാച്ച് കൈവിട്ടത് ഡൽഹി ഡഗൌട്ടിലിരുന്ന പരിശീലകൻ റിക്കി പോണ്ടിങ്ങിനെ അങ്ങേയറ്റം രോഷാകുലനാക്കി. അതിനു മുൻപ് അർഷദീപും ഒരു അനായാസ ക്യാച്ച് കൈവിട്ടിരുന്നു. പഞ്ചാബിന്റെ ഫീൽഡിംഗ് പിഴവുകൾ ഡൽഹിക്ക് നേരിയ ജീവവായു നൽകി. പിന്നീട് ഡേവിഡ് മില്ലർ ക്രീസിലെത്തിയതോടെ കളിയുടെ ഗതി വീണ്ടും മാറി. മില്ലറും അക്സറും ചേർന്ന് പഞ്ചാബ് ബൌളർമാരെ കടന്നാക്രമിക്കാൻ തുടങ്ങി. ജാൻസന്റെ ഓവറുകളിൽ ഇരുവരും ബൗണ്ടറികൾ കണ്ടെത്തി. 10ാം ഓവറിൽ സ്റ്റോയിനസിനെതിരെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു ഫ്ലാറ്റ് സിക്സർ മില്ലർ പറത്തി. ഡ്വാർഷുയിസിനെതിരെ അക്സർ വൈഡ് ലോങ് ഓൺ സ്റ്റാൻഡിലേക്ക് ഒരു കൂറ്റൻ സിക്സർ കൂടി പായിച്ചതോടെ മത്സരം വീണ്ടും ആവേശ കൊടുമുടിയിലെത്തി. 14ാം ഓവറിൽ സ്റ്റോയിനസിനെതിരെ അക്സർ പട്ടേൽ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. തുടർച്ചയായി 3 പന്തുകൾ അതിർത്തി കടത്തി അക്സർ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അക്സർ ബാറ്റ് ഉയർത്തുമ്പോൾ ഡൽഹി ക്യാമ്പിൽ വീണ്ടും പ്രതീക്ഷകളുടെ പൂത്തിരികത്തിയിരുന്നു. എന്നാൽ അതേ ഓവറിലെ അവസാന പന്തിൽ സ്റ്റോയിനസ് പഞ്ചാബിന്റെ രക്ഷകനായി അവതരിച്ചു. വമ്പനടിക്ക് ശ്രമിച്ച അക്സറിന്റെ ടൈമിംഗ് പിഴച്ചു. വായുവിൽ ഒരുപാട് ഉയരത്തിലേക്ക് പോയ പന്ത് ലോങ് ഓണിൽ ബെൻ ഡ്വാർഷുയിസ് വളരെ ശാന്തമായി കൈപ്പിടിയിലെടുത്തു. 30 പന്തിൽ 8 ഫോറുകളും 2 സിക്സറുകളും ഉൾപ്പെടെ 56 റൺസിന്റെ ഒരു നായകന് ചേരുന്ന ഇന്നിംഗ്സ് കാഴ്ചവെച്ചാണ് അക്സർ മടങ്ങിയത്. ആ ഒരൊറ്റ വിക്കറ്റോടെ പഞ്ചാബ് മത്സരത്തിൽ പൂർണ്ണ നിയന്ത്രണം തിരിച്ചുപിടിച്ചു എന്നേവരും കരുതി. 16ാം ഓവറിൽ ജാൻസന്റെ പന്തിൽ ഡേവിഡ് മില്ലർ ഒരു കിടിലൻ പുൾ ഷോട്ടിലൂടെ പന്ത് ബൗണ്ടറി കടത്തിയെങ്കിലും 16 ഓവർ പിന്നിടുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് 5-ന് 258. എന്നാൽ പിന്നീട് ധർമ്മശാലയിലെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നിനാണ്. അവസാന 4 ഓവറിൽ വിജയത്തിലേക്ക് 53 റൺസ് വേണ്ടിയിരുന്ന ഡൽഹിക്ക് വേണ്ടി തുടർന്നും ക്രീസിൽ ബാക്കി നിന്ന ഡേവിഡ് മില്ലറും അശുതോഷ് ശർമ്മയും തളരാൻ തയ്യാറായിരുന്നില്ല. പഞ്ചാബ് ഉയർത്തിയ 211 എന്ന പടുകൂട്ടൻ സ്കോറിന് മുന്നിൽ പതറാതെ അവർ ഒരു കൊടുങ്കാറ്റായി മാറി. കുതിച്ചുയരുന്ന ആവശ്യ റൺറേറ്റിനെ ഭയക്കാതെ പഞ്ചാബ് ബൌളർമാരുടെ ഡെത്ത് ഓവർ തന്ത്രങ്ങളെ മില്ലറുടെ കരുത്തും അശുതോഷിന്റെ വെടിക്കെട്ടും തച്ചുടച്ചു. അവസാന ഓവറുകളിലെ അതിസമ്മർദ്ദത്തെ കാറ്റിൽ പറത്തി അർഷദീപിന്റെയും യഷ് ഠാക്കൂറിന്റെയും പന്തുകൾ അവർ അതിർത്തി കടത്തി. തങ്ങളുടെ തട്ടകത്തിൽ വിജയം ഉറപ്പിച്ചിരുന്ന പഞ്ചാബിനെ ഞെട്ടിച്ചുകൊണ്ട് ആവേശകരമായ ഈ പോരാട്ടത്തിനൊടുവിൽ അവിശ്വസനീയമായ ഒരു ഗംഭീര വിജയം ഡൽഹി ക്യാപിറ്റൽ സ്വന്തമാക്കി. മത്സരത്തിന്റെ തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഡൽഹി ക്യാപിറ്റൽസ് പുറത്തെടുത്തത് ശരിക്കും ചാമ്പ്യന്മാർക്ക് ചേരുന്ന പ്രകടനമായിരുന്നു. ക്യാപ്റ്റൻ അക്സർ പട്ടേൽ നൽകിയ ശക്തമായ അടിത്തറയും ഡേവിഡ് മില്ലറുടെ പക്വതയാർന്ന ഫിനിഷിംഗും ചേർന്നപ്പോൾ IPL 2026-ലെ എക്കാലത്തെയും ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നാണ് ഡൽഹി തങ്ങളുടെ പേരിലാക്കിയത്. ഡൽഹി ക്യാപിറ്റൽസ് ഡഗൌട്ടിൽ റിക്കി പോണ്ടിങ്ങിന്റെയും താരങ്ങളുടെയും മുഖത്തെ ആഹ്ലാദം നഷ്ടപ്പെട്ടെന്ന് കരുതിയ ഈ ഇതിഹാസ വിജയത്തിന്റെ മധുരം വിളിച്ചോതുന്നതായിരുന്നു. മഞ്ഞണിഞ്ഞ ധൗലാധർ താഴ്വരയിൽ ഈ ഇതിഹാസ പോരാട്ടത്തിന് തിരശീല വീഴുമ്പോൾ ക്രിക്കറ്റ് എന്ന ഈ മാന്ത്രിക കളിയുടെ അനിശ്ചിതത്വവും സൗന്ദര്യവും അത്ഭുതവും ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തോൽവികളിൽ തളരാതെ വിജയങ്ങളിൽ മതിമറക്കാതെ IPLന്റെ ഈ ആവേശയാത്ര ഇവിടെ തുടരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.